ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ നമ്മളിന്നിവിടെ നല്ല അടിപൊളി രസം ഉണ്ടാക്കിയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് മാത്രം ഇത് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് വളരെ കുറവാണ് നമ്മളെ വീഡിയോക്ക്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു രസം ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുകയെന്നൊന്ന് കണ്ടിട്ട് വരാം. രസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 15 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, 8 വെളുത്തുള്ളി തൊലി കളഞ്ഞത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂണ് കുരുമുളക്. ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി വേണം ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കാൻ. പിന്നെ നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി ആവശ്യമായിട്ട് വരുന്നുണ്ട്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് കായപ്പൊടി. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾക്കൊരു മീഡിയം സൈസിലുള്ളൊരു തക്കാളിയാണ് വേണ്ടത്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ജ്യൂസാക്കി എടുക്കണം. ജ്യൂസാക്കി നല്ല ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ഒരു പരുവത്തിലാണ് നമ്മളൊന്ന് ചതച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റ് രൂപത്തിൽ ഒരിക്കലും ആക്കരുത് കേട്ടോ. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം, കുരുമുളക് വേറെ ഒന്ന് ചതച്ചെടുത്തിട്ട് വേറെ ഒന്ന് മാറ്റി വെക്കണം. ഞാനിതെല്ലാം കൂടി ഒരു പാത്രത്തിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കുരുമുളക് വേറെ മാറ്റി വെച്ചിരുന്നു. ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം 1/2 സ്പൂണ് കടുക്, 1/4 ടീസ്പൂണ് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് 2 വറ്റൽമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട്. വറ്റൽമുളക് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഒന്ന് സിമ്മിലാക്കണം കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞ് പോവത്. വറ്റൽമുളക് ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കി കഴിയും. 5 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെ ഫ്രണ്ട്സുകൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുരുമുളക് ഒഴികെയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം ചതച്ചെടുത്തിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല ബ്രൗൺ കളറായി വരണം. അത് വരെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ബാക്കി ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, മസാലകൾ ഇതിൽ ചേർത്ത് കൊടുത്ത് ആ വീഡിയോ അതിൽ പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ ക്യാമറ ഓണാക്കിയെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ക്യാമറ ഓണായിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണ് കായപ്പൊടി കൂടി കേട്ടോ, നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ആ ഒരു തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ പുളി ഉണ്ടല്ലോ, പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ 3 ഗ്ലാസ് വെള്ളം, 3 ഗ്ലാസ് അല്ലെങ്കിൽ 3 കപ്പ് വെള്ളം കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി വേണ്ടത്. നല്ല ഈ ഒരു ടൈമിൽ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണ്ടല്ലോ, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല സിമ്മിൽ തന്നെ ഇടണം തീ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ആക്കിയാലും കുഴപ്പമില്ല. പിന്നെയാണല്ലോ നമ്മൾ അതിൽ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാതൊന്ന് കറക്റ്റാണോ എന്നൊന്ന് നോക്കണം കേട്ടോ. എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക. ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഉപ്പില്ല എന്ന് തോന്നുക, അത് നമ്മളെ പുളീൻ്റെ കണക്കിനനുസരിച്ചിരിക്കും ഉപ്പ് കൂടുതലും കുറവൊക്കെ. അപ്പോൾ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിപൊളി രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മല്ലിയിലയാണ് ഈ രസത്തിന് ടേസ്റ്റ് കൂട്ടുന്നത്. മല്ലിയില ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. തക്കാളി വേണമെങ്കിൽ, തക്കാളി ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ നമ്മൾക്ക് ഒഴിവാക്കാം. പക്ഷേ മല്ലിയില ആരും ഒഴിവാക്കരുത് കേട്ടോ. മല്ലിയില എന്തായാലും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാൻ വരും. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.